Hi friends, previous year questions നോക്കാം. First question, identify the true statement. Statement 1, fish bowling is a group decision making technique. Fish bowling ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കാണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അത് ട്രൂ ആണോ? ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കിലെ ഒരു ടെക്നിക്കാണ് ഫിഷ് ബൗളിംഗ് ടെക്നിക്ക് അല്ലേ. അപ്പോൾ അതിൽ ഒരു ഫിഷ് ബൗളിലേതുപോലെ തന്നെ എന്താണ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ആണ് ആ ഒരു ബൗളിലുണ്ടാവുക. അതുപോലെ തന്നെ ഒരു സ്മോൾ ഗ്രൂപ്പ് സെൻറ്ററിൽ ഇരുന്ന് ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും മറ്റുള്ള പാർട്ടിസിപ്പൻസ് പുറത്തു നിന്ന് അത് ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം ഒരു ടെക്നിക്കാണ് ഇത് ഫിഷ് ബൗളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഡിഡക്റ്റീവ് ഇൻറ്ററാക്ഷൻ ഈസ് നോട്ട് എ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക്. ഡിഡക്റ്റീവ് ഇൻറ്ററാക്ഷൻ നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത്? അത് ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈസ് നോട്ട് എ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക്. അതൊരു ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബോത്ത് 1 and 2 ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 നമുക്ക് ഓതേഴ്സിൻ്റെ നെയിംസും ലിസ്റ്റ് 2 കോൺട്രിബ്യൂഷൻസ് ബുക്സിൻ്റെ നെയിമാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിക്കേണ്ടി വരും ഓരോ ഓതേഴ്സിൻ്റെയും. നോക്കാം. മൈക്കിൾ ഇ പോട്ടർ 5 ഫോഴ്സസ് മോഡൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. ഇനി ആൽഫ്രഡ് ഡി ചാൻഡലർ ജൂനിയർ വിസിബിൾ ഹാൻഡ് എന്നുള്ള ബുക്സ് അദ്ദേഹത്തിൻ്റെയാണ്. ഇനി പീറ്റർ എഫ് ഡ്രക്കർ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇനി അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ ബുക്കാണ് ഏത് പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇനി സി കെ പ്രഹ്ലാദ് അദ്ദേഹത്തിൻ്റെ ബുക്കാണ് കോർ കോമ്പിറ്റൻസ് ഓഫ് കോർപ്പറേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആക്ടിവിറ്റീസ് ഇൻ വാല്യൂ ചെയിൻ കൺസേൺഡ് വിത്ത് പ്രൊസീജിയർ ഫോർ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഈസ് നോൺ ആസ്. റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്ന ഒരു പ്രൊസീജിയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് ഡി ആണ്, ഓപ്പറേഷൻസ്. ഇനി അതിൻ്റെ ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കുക. ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്താണ്, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്താണ് എന്നുള്ള ടേമും കൂടി മനസ്സിലാക്കി വെക്കാം. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ആൻഡ് സ്റ്റോറിങ് റോ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡെലിവറിങ് ഫിനിഷ്ഡ് ഗുഡ്സ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊന്ന് നോക്കാം. ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് വിച്ച് ഫോക്കസസ് ഓൺ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ SWOT അനാലിസിസ് ആൻഡ് ടോപ്പ് ഡൗൺ പ്ലാനിങ്. SWOT അനാലിസിസ് ആൻഡ് ടോപ്പ് ഡൗൺ പ്ലാനിങ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസേഴ്സ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്, പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്, ടീം അപ്രോച്ച്, നൺ ഓഫ് ദീസ്. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ചാണ്. കാരണം SWOT അനാലിസിസും ടോപ്പ് ഡൗൺ പ്ലാനിങ്ങിനെയും ഫോക്കസ് ചെയ്യുന്ന അപ്രോച്ച് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഏതാണ്? പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ചാണ്. SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ SWOT മീൻസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഇനി ടോപ്പ് ഡൗൺ പ്ലാനിങ് ടോപ്പ് മാനേജ്മെൻ്റ് ആണ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുകയും ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് SWOT അനാലിസിസും അതുപോലെ തന്നെ ടോപ്പ് ഡൗൺ പ്ലാനിങ്ങിനെ ഫോക്കസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ചാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ലിസ്റ്റ് 1 ഓതേഴ്സിൻ്റെ നെയിമും അതുപോലെ തന്നെ ലിസ്റ്റ് 2 അവരുടെ കോൺട്രിബ്യൂഷൻസും ആണ് തന്നിട്ടുള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിക്കാം. ഓപ്ഷൻ എ വരുന്നത് കപ്ലൻ ആൻഡ് നോർട്ടൺ. അത് മാച്ച് ചെയ്യുന്ന ബാലൻസ്ഡ് സ്കോർ കാർഡാണ്. ഇനി ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. മാനേജീരിയൽ ഗ്രിഡാണ്, ലീഡർഷിപ്പ് സ്റ്റൈലാണ് പറയുന്നത്. ഇനി മെക്കിൻസി 7 മോഡലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഐഗർ ആൻസഫ് മെട്രിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിക്കാം. ഇനി അതിൽ ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓതർ ഓഫ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി
ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു ക്രിയേറ്റ് ന്യൂ മാർക്കറ്റ് സ്പേസ് ഇൻസ്റ്റെഡ് ഓഫ് കോമ്പീറ്റിംഗ് ഇൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാതെ ന്യൂ മാർക്കറ്റ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത് ഫ്ലെക്സിബിൾ പ്ലാൻസ് ദാറ്റ് ആർ പീരിയോഡിക്കലി റിവ്യൂഡ് ഓൺ ആൻ ആനുവൽ ബേസിസ് to adapt changing economic priorities. Options: planning by inducement, planning by direction, rolling plans, fixed plans. Answer ഓപ്ഷൻ സി ആണ്, റോളിംഗ് പ്ലാൻസ് ആണ് കേട്ടോ. പീരിയോഡിക്കലി റിവ്യൂഡ് ആൻഡ് റിവൈസ്ഡ് ഓൺ ആനുവൽ ബേസിസിൽ വരുന്നത് ഏത് പ്ലാനാണ്? റോളിംഗ് പ്ലാൻസ് ആണ്, ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾ സ്വപ്നം കണ്ട് കാത്തിരുന്ന സെറ്റ് എക്സാം ഇങ്ങടുത്തു. ഇനിയുള്ള ദിവസങ്ങൾ ഒട്ടും ടെൻഷൻ വേണ്ട. ഈ ദിവസങ്ങൾ നിങ്ങൾ റിവിഷനായി എടുക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും ലഭിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. യുവർ കോമേഴ്സ് മെൻറ്റർ നീന.